വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 1-ൽ ടോപ്പിക്സ് വരുന്നത് ഇൻട്രൊഡക്ഷൻ, എവല്യൂഷൻ ഓഫ് ദ കോൺസെപ്റ്റ്, സോഷ്യൽ, എൻവയൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 1-നകത്ത് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി. ഇവിടെ നിങ്ങൾക്ക് കാണാം, സസ്റ്റൈനബിലിറ്റി റെഫേഴ്സ് ടു അച്ചീവിങ് അവർ ഗോൾസ് വിതൗട്ട് എഫക്റ്റിംഗ് ദ കപ്പാസിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു അച്ചീവ് ദെയർ ഗോൾസ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യലാണ്. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം? വിതൗട്ട് എഫക്റ്റിംഗ് ദ കപ്പാസിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു അച്ചീവ് ദെയർ ഗോൾസ്. വരുന്ന തലമുറയുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ. അടുത്ത പോയിന്റ്, സസ്റ്റൈനബിലിറ്റി മീൻസ് ദാറ്റ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഹ്യൂമൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് ലൈഫ് ഇൻ അവർ പ്ലാനറ്റ് വിൽ കണ്ടിന്യൂ ടു സർവൈവ് ഫോർ ആസ് ലോങ് ആസ് വി ആർ ഹിയർ. സസ്റ്റൈനബിലിറ്റി എന്തുകൂടെ മീൻ ചെയ്യുന്നുണ്ട്? ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഹ്യൂമൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് ലൈഫ് ഇൻ അവർ പ്ലാനറ്റ്, ഈ പ്ലാനറ്റിലുള്ള ഹ്യൂമൻസിനും അതേപോലെ അതർ ഫോംസ് ഓഫ് ലൈഫിനും എന്ത് ചെയ്യാൻ പറ്റണം? വിൽ കണ്ടിന്യൂ ടു സർവൈവ് ഫോർ ആസ് ലോങ് ആസ് വി ആർ ഹിയർ. നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മളുടെ ഈ പ്ലാനറ്റിൽ സർവൈവ് ചെയ്യാൻ കൂടെ പറ്റണം. ഇൻ അഡീഷൻ ടു നാച്ചുറൽ റിസോഴ്സസ്, we also need social and economic resources. Sustainability is not just environmentalism. നമ്മൾ പെട്ടെന്ന് സസ്റ്റൈനബിലിറ്റി എന്ന് മനസ്സിൽ വരുമ്പോൾ നമുക്ക് നാച്ചുറൽ റിസോഴ്സസിൻ്റെ സസ്റ്റൈനബിലിറ്റി ആയിരിക്കും മനസ്സിൽ വരിക. അതിന് പുറമെ നമുക്ക് എന്തുകൂടെ വേണം? സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി കൂടെ വേണം. സസ്റ്റൈനബിലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് എൻവയൺമെൻറ്റലിസം മാത്രമല്ല സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. Sustainability was built on the idea of managing the environment. സസ്റ്റൈനബിലിറ്റി എങ്ങനെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ എൻവയൺമെൻറ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഐഡിയ കൊണ്ട് തന്നെയാണ് സസ്റ്റൈനബിലിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്തായി, വൈ ഡു വി നീഡ് സസ്റ്റൈനബിലിറ്റി? നമ്മൾ എന്തിനാണ് ഈ സസ്റ്റൈനബിലിറ്റിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? ഒരു 5 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ദ ജനറൽ ഗോൾ ഓഫ് എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി is to even things out. ജനറൽ ഗോൾ എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആക്കുക, ഈവൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് ജനറൽ ഗോൾ എന്ന് പറയുന്നത്. ആസ് വി ഹാവ് സീൻ, എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊവൈഡ്സ് ഹ്യൂജ് ബെനിഫിറ്റ് ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദാറ്റ് ഓഫ് ഓൾ അതർ സ്പീഷീസ്. എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ഹ്യൂജ് ബെനിഫിറ്റ് ഫോർ ഹ്യൂമൻ ഹെൽത്ത്. മനുഷ്യൻ്റെ ഹെൽത്തിന് ഹ്യൂജ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്പീഷീസിനും. സസ്റ്റൈനബിലിറ്റി ക്യാൻ ഇൻക്രീസ് ലൈഫ് എക്സ്പെക്റ്റൻസി ബൈ പ്രൊവൈഡിങ് ഹെൽത്തിയർ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ബെറ്റർ ഹെൽത്ത് കെയർ, വിച്ച് കുഡ് ഓൾസോ ലെസൺ ദ ഡിവൈഡ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഇവിടെ എന്താണ് പറയുന്നത്? സസ്റ്റൈനബിലിറ്റിക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൈ പ്രൊവൈഡിങ് ഹെൽത്തിയർ ലിവിങ് കണ്ടീഷൻസ്, നല്ല ലിവിങ് കണ്ടീഷൻസ്, അതേപോലെ തന്നെ നല്ല ഹെൽത്ത് കെയറും കൊടുക്കാൻ പറ്റും. വിച്ച് കുഡ് ഓൾസോ ലെസൺ ദ ഡിവൈഡ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ഒരു ബാരിയർ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. Sustainable development encourage more responsible manufacturing and production, covering the industrial side of waste and pollution. ഇവിടെ എന്താണ് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ത് എൻകറേജ് ചെയ്യുന്നു? മോർ റെസ്പോൺസിബിൾ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻസ് എൻകറേജ് ചെയ്യുന്നു. കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് എൻകറേജ് ചെയ്യുന്നു. കവറിങ് ദ ഇൻഡസ്ട്രിയൽ സൈഡ് ഓഫ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻസ്. ഇൻഡസ്ട്രിയൽ സൈഡിൽ നിന്ന് വരുന്ന വേസ്റ്റും പൊല്യൂഷനും കുറയ്ക്കാനും സസ്റ്റൈനബിലിറ്റി കൊണ്ട് പറ്റുന്നു. ഇറ്റ് ഓൾസോ എൻകറേജസ് കമ്പനീസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെൻറ്റ്സ് ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ലോങ് ടേം കോൺസിക്വൻസസ് റാദർ ദാൻ ടേക്കിംഗ് ദ ഈസിയസ്റ്റ്
or cheapest option. പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് ചെയ്ത ഒരു ഇൻഡസ്ട്രിയിൽ പെട്ടെന്നൊരു ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തു. അപ്പം പക്ഷെ എന്തുണ്ടാവാം, ഒരുപാട് പൊല്യൂഷൻസും വേസ്റ്റ് ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് സ്വീകരിക്കാതെ ലോങ് ടേം കോൺസിക്വൻസസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കമ്പനീസിനും ഇൻഡസ്ട്രീസിനും ഡിസിഷൻസ് എടുക്കാൻ സസ്റ്റൈനബിലിറ്റി കൊണ്ട് പറ്റും. അടുത്ത കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി നോക്കാം. ഇവിടെ നമുക്ക് 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി അറിയണം. ഏതൊക്കെയാണ് 3 പില്ലേഴ്സ്? ദാറ്റ് ആർ എൻവയൺമെന്റ്, സോഷ്യൽ ആൻഡ് എക്കണോമി. Environmental sustainability, social sustainability and economic sustainability. The 3 bottom line or bottom pillars are economic sustainability, social sustainability and environmental sustainability. These are the 3 pillars of sustainability. അടുത്തായിട്ട് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ ആദ്യമായിട്ട് ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി നോക്കണം. Economic sustainability takes into account the social and ecological consequence of economic activity. ഇവിടെ എന്താ ആദ്യം പറയുന്നത്? എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് the social and ecological consequence of economic activityയെ അനലൈസ് ചെയ്യുന്നു. അതായത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യലും അതേപോലെ തന്നെ എക്കോളജിക്കലുമായിട്ടുള്ള കോൺസിക്വൻസസിനെ ഫസ്റ്റ് കൺസിഡർ ചെയ്യും. It incorporates new paradigm like circular ecology. Circular ecology third module വരുന്നുണ്ട്. അപ്പോൾ circular ecology ഇവിടെ കൺസിഡർ ചെയ്യും. അതിൻ്റെ മീനിങ് ക്രാഡിൽ ടു ഗ്രേവ് എന്നാണ്. അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ എൻഡ് സ്റ്റേജ് വരെയും നമ്മളിവിടെ കൺസിഡർ ചെയ്യും. Additionally, economic sustainability also means that human communities across the globe are able to maintain their independence and have access to the resources that they require, financial and other, to meet their needs. ഇവിടെ എക്കോണമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഈ വേൾഡിലുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, അവരവരുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ അവർക്ക് എല്ലാ റിസോഴ്സസും ആക്സസ് ചെയ്യാൻ പറ്റണം, ഫിനാൻഷ്യൽ ആയിട്ടായാലും അതേപോലെ അവരുടെ ഏത് ആവശ്യങ്ങളാണെങ്കിലും. അതാണ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നത്. അടുത്തത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. A social sustainable society is one in which all members have equal rights, all share equitably in societal benefits, and all participate equally in decision making process. ഒരു സോഷ്യലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ്സ് ആണ്. എല്ലാ ആൾക്കാർക്കും ഒരേ തുല്യ അവകാശമുണ്ട്. ഓൾ ഷെയർ ഇക്വിറ്റബിൾ സൊസൈറ്റൽ ബെനിഫിറ്റ്സ്, എല്ലാവർക്കും സൊസൈറ്റൽ ബെനിഫിറ്റ്സ് ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ആ സൊസൈറ്റി സോഷ്യലി സസ്റ്റൈനബിൾ ആണെന്ന് പറയാൻ പറ്റുക. Universal human rights and basic necessities are attainable by all people who have access to enough resources in order to keep their families and communities healthy and secure. ഓരോരുത്തർക്കും അവരുടെ ഫാമിലിയും കമ്മ്യൂണിറ്റിയും ഹെൽത്തി ആയും സെക്യൂർ ആയും വെക്കാൻ വേണ്ടി അവർക്ക് എന്തുണ്ട്? യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബേസിക് നെസസിറ്റീസും ഉണ്ട്. അത് എല്ലാ പീപ്പിൾസും അറ്റൈൻ ചെയ്തിരിക്കുകയും വേണം. അവസാനമായിട്ട് എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. Ecological integrity is maintained. All of the Earth's environmental systems are kept in balance while natural resources within themselves are consumed by humans at a rate where they are able to replenish themselves. ഇവിടെ എക്കോളജിക്കൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഏർത്തിലെ എല്ലാ എൻവയൺമെൻറ്റൽ സിസ്റ്റത്തിലുള്ളവർക്കും ഒരു സന്തുലിതമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സന്തുലിതമായിട്ട് നിലനിർത്തുന്നു. അതേസമയം അതിനകത്തുള്ള എല്ലാ റിസോഴ്സസും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അത് എല്ലാ റിസോഴ്സസും കൺസ്യൂം ചെയ്യാനും പറ്റുന്നു. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സസ്റ്റൈനബിലിറ്റിയുടെ 3 പില്ലേഴ്സാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മൊത്തം സസ്റ്റൈനബിലിറ്റിയിൽ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും, സൊസൈറ്റൽ സസ്റ്റൈനബിലിറ്റി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും,
എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് സസ്റ്റൈനബിലിറ്റി ആവുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. Economic sustainability refers to practices that support long-term economic development of a company or nation while also protecting environmental, social and cultural elements. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്? ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ദാറ്റ് സപ്പോർട്ട് ലോങ് ടേം എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു ലോങ് ടേം എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവണം ആർക്കൊക്കെ? ഒന്നുകിൽ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ നമ്മുടെ നേഷനോ. വൈൽ ഓൾസോ പ്രൊട്ടക്ടിങ് എൻവയൺമെന്റൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എലമെന്റ്. നമ്മൾ സസ്റ്റൈനബിലിറ്റി ഏൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തുകൂടെ പ്രൊട്ടക്ട് ചെയ്യണം? എൻവയൺമെന്റലും സോഷ്യലും കൾച്ചറും ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യും വേണം. Today, economic sustainability is a goal that very few organizations achieve, despite a fairly universal understanding of what type of business practices contribute to climate change. നമ്മുടെ climate ചേഞ്ചിനനുസരിച്ച് നമുക്ക് അറിയാം, നോളജ് ഉണ്ട്. We have a fair knowledge about എങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. എക്സാമ്പിൾ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയും ക്രിയേറ്റിംഗ് ഫുഡ് വേസ്റ്റിനെ പറ്റിയും ലാവറേജിങ് ഹാർംഫുൾ മാനുഫാക്ചറിങ് മെത്തേഡ്സിനെ പറ്റിയൊക്കെ നമുക്ക് നോളജ് ഉണ്ട് എങ്കിൽ കൂടിയും വളരെ കുറച്ച് ഓർഗനൈസേഷൻ മാത്രമേ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുന്നുള്ളൂ. എക്കണോമിക് സസ്റ്റൈനബിലിറ്റിയുടെ എക്സാമ്പിൾസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. എ വെറൈറ്റി ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ ടു വാട്ടർ ഇന്നോവേഷൻ ആണ്. ഇതിലെന്താ ചെയ്യുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് എക്സാമ്പിൾസ് ഇൻ എമേർജിംഗ് ടെക്നോളജി ദാറ്റ് ക്യാൻ എക്സ്ട്രാക്ട് വാട്ടർ ഫ്രം എയർ. എയറിൽ നിന്ന് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് എയർ ടു വാട്ടർ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. Several companies have developed or are working on this type of innovations. ഒരുപാട് കമ്പനീസിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീറോ മോസ് വാട്ടർ സിസ്റ്റം വിച്ച് ഇസ് പവേർഡ് ബൈ സോളാർ പാനൽ. സോളാർ പാനലിൽ നിന്ന് ഒരു സീറോ മാസ് വാട്ടർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിച്ച് ക്യാപ്ചേഴ്സ് എയർ വിത്ത് എ ഫാൻ, ഫിൽട്ടർ ഔട്ട് ഡസ്റ്റ് ആൻഡ് പൊല്യൂട്ടൻസ് ആൻഡ് സെപ്പറേറ്റ് ഔട്ട് വാട്ടർ. ഇതിൽ നമ്മൾ എയർ കളക്ട് ചെയ്യുന്നത് ഒരു ഫാൻ യൂസ് ചെയ്തിട്ടാണ്. capture air with a fan, filter out dust and pollutants dustum എല്ലാം filter out ചെയ്യും, then water separate ചെയ്യും. It has been installed in more than 40 countries. 40 countries ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഗ്രോത്ത് ഓഫ് റീസൈക്ലിംഗ് ആണ് അടുത്ത എക്സാമ്പിൾ. അതെന്താണ്? റീസൈക്ലിംഗ് ഈസ് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു റെഡ്യൂസ് യുവർ കാർബൺ ഫുഡ് പ്രിൻറ്റ്സ്. നമ്മുടെ വേസ്റ്റുകൾ, കാർബൺ ഫുഡ് പ്രിൻറ്റ്സുകൾ റെഡ്യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. Variety of companies have made a business out of recycling or its counterparts, upcycling, downcycling, e-cycling, pre-cycling. ഇങ്ങനെ വെറൈറ്റി കമ്പനീസ് എല്ലാം ഈ റീസൈക്ലിങ്ങിൻ്റെ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. These includes local recycling centers, websites like eBay, Vintage, and pre-owned clothing shops and apps like Letgo. നമുക്കറിയാവുന്ന പോലെ ഇബേയും ലെറ്റ്ഗോയും എല്ലാം എന്താണ്? റീസൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസാണ്. അടുത്തൊരു എക്സാമ്പിൾ മൈക്രോ ഫാമിംഗ് ആണ്. മൈക്രോ ഫാമിംഗ് ഓൾസോ നോൺ ആസ് അർബൻ ഫാമിംഗ് എന്ന് കൂടെ പറയുന്നുണ്ട്. ഏഴ്സ് farming on residential or commercial property of less than 5 acres. മൈക്രോ ഫാമിംഗ് നടത്തുന്നത് ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലായിരിക്കും, പക്ഷേ അതിൻ്റെ സൈസ് ലെസ് ദാൻ 5 acres ആയിരിക്കണം. മൈക്രോ ഫാമിംഗ് ഈസ് എ റിലേറ്റീവ്ലി ഈസി വേ ഫോർ എ കമ്മ്യൂണിറ്റി ടു ഇംപ്രൂവ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ഇറ്റ്സ് റെസിഡൻസ് ആൻഡ് ബൂസ്റ്റ് ലോക്കൽ എക്കണോമിക് ഗ്രോത്ത് വൈൽ ബെനിഫിറ്റിംഗ് ദ എൻവയൺമെൻറ്റ്. മൈക്രോ ഫാമിങ്ങിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് സെക്യൂരിറ്റി, ആ ഒരു ഏരിയയിലുള്ളവർക്ക് ഫുഡ് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദറ്റ് ക്യാൻ ബൂസ്റ്റ് ലോക്കൽ എക്കണോമിക് ഗ്രോത്ത്, ആ ഒരു ലോക്കലായിട്ടുള്ള എക്കണോമിയുടെ ഗ്രോത്തും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. Each microfarm offers benefits such as reduced carbon emission, less usage of pesticides and herbicides, and better public health. ഇതെന്തൊക്കെ അഷ്വർ ചെയ്യണം? കാർബൺ എമിഷൻസ് കുറവായിരിക്കണം,
അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഹെർബിസൈഡ്സും ഒക്കെ വളരെ കുറവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെൻ ബെറ്റർ പബ്ലിക് ഹെൽത്തും അഷ്വർ ചെയ്യും. When microfarm replaces a grass yard, the farmer also ensures that he or she is using less water and providing an attractive area for pollinating insects. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഫാമേഴ്സ് എന്തുകൂടെ എൻഷുർ ചെയ്യുന്നുണ്ട്, നമ്മൾ വളരെ കുറച്ച് വാട്ടറാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതും അതേപോലെ തന്നെ പോളിനേറ്റിംഗ് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്രാസ് യാർഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഓരോ മൈക്രോ ഫാമേഴ്സും അഷ്വർ ചെയ്യണം. അടുത്തതായി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് നോക്കാം. Social sustainability as an independent dimension of sustainable development and equally important as economic or environmental dimension still lacks both recognition by scientists as well as by decision makers. ബാക്കി രണ്ട് സസ്റ്റൈനബിലിറ്റി പോലെ തന്നെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയമെൻഷൻ ഉണ്ട്. പക്ഷെ അത് നല്ല ഒരു റെക്കഗ്നീഷൻ ബൈ സയൻറ്റിസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കേഴ്സിൻ്റെയും കുറവ് നമ്മുടെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക് ഉണ്ട്. വാട്ട് ആർ ദ 5 dimensions of social sustainability? Quality of life, equality, diversity, social cohesion and democracy and governance. ഈ 5 പാരാമീറ്റേഴ്സും ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അതിൽ ഫസ്റ്റ് വൺ ക്വാളിറ്റി ഓഫ് ലൈഫ്. Quality of life is a big topic and covers many aspects of things that affect our living qualities. അതേതൊക്കെയാണ്? ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു വലിയൊരു ടോപ്പിക്കാണ്. നമ്മളുടെ പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലിവിങ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറേ പാരാമീറ്റേഴ്സിന് അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ അഫോർഡബിൾ ഹൗസിങ്, എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹൗസിങ് ഉണ്ടാവുക, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടാവുക, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, ഇത് ആക്സസ് ടു സപ്പോർട്ട്, നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു ആക്സസ് ഉണ്ടാവുക, അതേപോലെ തന്നെ കോഴ്സ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാമാണ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. അടുത്തത് ഇക്വാലിറ്റി ഡയമെൻഷനാണ്. ഇക്വാലിറ്റി ഡയമെൻഷൻ വരുമ്പോൾ എന്താണ്? ഇക്വാലിറ്റി is the act to reduce disadvantages to certain groups or helping certain groups to remove barrier to have more control on their life. ഇത് നമുക്ക് ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സെർട്ടൻ ഗ്രൂപ്പ്സിനെ ഹെൽപ്പ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ ബാരിയർ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ മോർ കൺട്രോൾ ടു ദെയർ ലൈഫ്സ്. It also includes identifying the cause and reasons of disadvantages and find the way to reduce them. ഇത് എന്തുകൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? നമുക്ക് ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ റീസൺസും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റെഡ്യൂസ് ചെയ്യാനുള്ള വേ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അടുത്ത സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ഡൈവേഴ്സിറ്റിയാണ്. നമ്മൾ 5 എണ്ണം പറഞ്ഞിരുന്നല്ലോ. 5 എണ്ണം ഏതൊക്കെയായിരുന്നു? ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇക്വാലിറ്റി, ഡൈവേഴ്സിറ്റി, സോഷ്യൽ കൊഹിഷൻ ആൻഡ് ഡെമോക്രസി ആൻഡ് ഗവേണൻസ്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം പറഞ്ഞു. അടുത്ത 3 എണ്ണം ഡൈവേഴ്സിറ്റി, സോഷ്യൽ കൊഹിഷൻ, ഡെമോക്രസിയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഡൈവേഴ്സിറ്റി. Diversity includes finding needs from different diverse groups of different diversity type and assess their needs and educating everyone to have diverse viewpoint to leverage benefit of diversity. Diversity എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വൈവിധ്യമാണ് അല്ലേ? അപ്പോൾ ഓരോ വൈവിധ്യത്തിലുള്ള ഓരോ ഡൈവേഴ്സിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും അവരുടെ നീഡ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, അവർക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, അവർക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഡൈവേഴ്സിറ്റിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ലെവറേജ് ചെയ്യാൻ പറ്റുക.
അടുത്തത് സോഷ്യൽ കൊഹിഷൻ ഡയമെൻഷൻ ആണ്. സോഷ്യൽ കൊഹിഷൻ മീൻസ് ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ബൈ ഇൻഡിവിജ്വൽ ഇൻ ടാർഗറ്റ് ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഹെൽപ്പിംഗ് ടാർഗറ്റ് ഗ്രൂപ്പ്സ് ടു ആക്സസ് പബ്ലിക് ആൻഡ് സിവിക് സിറ്റുവേഷൻസ്. സോഷ്യൽ കൊഹിഷൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി കൊഹിഷന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ബൈ ഇൻഡിവിജ്വൽ ടാർഗറ്റ് ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽ ഇൻ എ ടാർഗറ്റ് ഗ്രൂപ്പ്, ഒരു ടാർഗറ്റ് ഗ്രൂപ്പിലെ ഓരോ ഇൻഡിവിജ്വലിനും അവൻ്റെയും പാർട്ടിസിപ്പേഷൻസ് ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ ഹെൽപ്പിംഗ് ടാർഗറ്റ് ഗ്രൂപ്പ്സ് ടു ആക്സസ് പബ്ലിക് ആൻഡ് സിവിക് സിറ്റുവേഷൻസ്. പബ്ലിക്കും സിവിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ആൻഡ് സിവിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ടാർഗറ്റ് ഗ്രൂപ്പിന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. One important factor is to build link between different target groups in a broader way by encouraging target groups to contribute to society as well. ഈ സോഷ്യൽ കൊഹിഷൻ്റെ വേറൊരു എയിം എന്താണ്? പല ടാർഗറ്റ് ഗ്രൂപ്പ്സുകൾ ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക, ഇവർ തമ്മിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഈ ടാർഗറ്റ് ഗ്രൂപ്പുകളെല്ലാം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇനി അവസാനത്തെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ഡെമോക്രസി ആൻഡ് ഗവേണൻസ്. ഗവേണൻസ് ഈസ് ടു മേക്ക് ഷുവർ ബജറ്റ് ആൻഡ് റിസോഴ്സസ് ആർ ആഡിക്വേറ്റ് ടു സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാം ആൻഡ് എബിലിറ്റി ടു മെഷർ ഇറ്റ്. അപ്പം ഈ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രസി എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ബജറ്റ് എല്ലാം, ഗവേണൻസ് ഈസ് ടു മേക്ക് ഷുവർ ബജറ്റ് ആൻഡ് റിസോഴ്സസ് ആർ ആഡിക്വേറ്റ്, ബജറ്റും റിസോഴ്സും എല്ലാം ആഡിക്വേറ്റ് ആണ് എന്ന് എൻഷുർ ചെയ്യലാണ് നമ്മുടെ ഈ ഒരു ഡെമോക്രസി ആൻഡ് ഗവേണൻസ് സസ്റ്റൈനബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കഴിഞ്ഞു. അടുത്തത് എക്കണോമിക് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. Environmental sustainability aims to improve the quality of human life without putting unnecessary strain to Earth's supporting environment. Earth's supporting environmental ഒരു സ്ട്രെയിനും വരുത്താതെ നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് എ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ കൺസ്യൂമറിസ്റ്റ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡും ഹ്യൂമൻ, അതായത് കൺസ്യൂമർ ആയിട്ടുള്ള ഹ്യൂമനും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുക കൂടെ ചെയ്യും. വി ക്യാൻ ഡു ദിസ് ബൈ ലിവിങ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് വേസ്റ്റ് ഓർ അൺനെസസറി ഡെപ്ലീറ്റ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറച്ച് ഉപയോഗിച്ച് അതിൻ്റെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദർ ആർ ടു പ്രൈമറി വേയ്സ് ഇൻ വിച്ച് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ക്യാൻ ബി അച്ചീവ്. രണ്ട് മെത്തേഡിലാണ് പറയുന്നത്. ഒന്ന് ബൈ ഇൻഡിവിജ്വലും അടുത്തത് ബൈ കോർപ്പറേറ്റും. ആസ് ഇൻഡിവിജ്വൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ടേക്ക് സ്മോൾ ബട്ട് എഫക്റ്റീവ് സ്റ്റെപ്പ് ടുവേർഡ്സ് മോർ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ലെസ് വാട്ടർ യൂസ് ചെയ്യുക, വളരെ കുറച്ച് വാട്ടർ മാത്രം യൂസ് ചെയ്യുക. റെഡ്യൂസിങ് അവർ മീറ്റ് കൺസംഷൻ, നമ്മുടെ മീറ്റ് ഉപയോഗം കുറയ്ക്കുക. സ്വിച്ചിങ് ടു റീയൂസബിൾ പ്രൊഡക്റ്റ്, റീയൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ മാറുക. ടു റെഡ്യൂസ് our dependence on single use plastics. മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ യൂസ് കുറയ്ക്കുക. ഇനി കോർപ്പറേഷൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി മേ ഇൻവോൾവ് സ്വിച്ചിങ് ടു റിന്യൂവബിൾ എനർജി ഇൻ വെയർഹൗസസിൽ റിന്യൂവബിൾ എനർജീസ് യൂസ് ചെയ്യുക. ഫാക്ടറീസ് ആൻഡ് ഓഫീസസ് ഓർ കട്ടിംഗ് ഡൗൺ ദ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഇൻ മാനുഫാക്ചറിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക? സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ കുറയ്ക്കുക. അവസാനമായിട്ട്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി നോക്കാം. ഫസ്റ്റ് വൺ, വി ക്യാൻ പ്രൊട്ടക്ട് എക്കോസിസ്റ്റം. നമുക്ക് നമ്മുടെ എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വി ക്യാൻ കണ്ടിന്യൂ ടു എൻജോയ് നാച്ചർ ആസ് ഇറ്റ് ഈസ്. നമുക്ക് നമ്മുടെ നാച്ചർ അതേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ പ്രൊട്ടക്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നമുക്ക് വംശനശീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ലെസ് പൊല്യൂഷൻ ഇൻ സിറ്റീസ് വിൽ റിസൾട്ട് in better respiratory health
ഫോർ ഓൾ. ഈ സിറ്റീസിലൊക്കെ താമസിക്കുന്നവർക്ക് പൊല്യൂഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇറ്റ് കുഡ് ഹോൾട്ട് ഓർ റിവേഴ്സ് ദ എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ സസ്റ്റൈനബിൾ ആയിട്ട് എൻവയോൺമെന്റ് എല്ലാം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ ഒന്നുകിൽ ഹോൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് തിരിച്ചു പഴയതുപോലെ ആക്കാനോ പറ്റുന്നതായിരിക്കും. വി വോണ്ട് ബി ക്രിയേറ്റിംഗ് ഹ്യൂജ് ലാൻഡ് ഫിൽസ്. നമ്മൾ ഒരിക്കലും ഇതേപോലെ മലിനീകരപ്പെട്ടുള്ള ലാൻഡ് ഫിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല ഓൾ ഓവർ ദ വേൾഡ്. ദാറ്റ് വിൽ ടേക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ടു ബ്രേക്ക് ഡൗൺ. ഒരു പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ അതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അത് ബ്രേക്ക് ഡൗൺ ആവാൻ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എടുക്കുന്നതാണ്. താങ്ക് യു. വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 അടുത്ത ടോപ്പിക്സ് നോക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്സ് നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഇത് 2 ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നെക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് നെക്സസ് മീൻസ് റിലേഷൻ ആണ്. നമ്മുടെ ടെക്നോളജിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ടെക്നോളജി ഈസ് എ ബിഗ് പാർട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഇത് രണ്ടും റിലേറ്റബിൾ ആണ്. നമുക്ക് നല്ല ടെക്നോളജീസ് വന്നു കഴിഞ്ഞാലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാവുകയുള്ളൂ, അല്ലെ? സോളാർ എനർജി ഒക്കെ റീയൂസ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റും ഇൻക്രീസ് ആകും. ഒപ്പം അത് സസ്റ്റൈനബിൾ ആകാൻ ശ്രമിക്കുകയും വേണം. അപ്പം നമ്മൾ ടെക്നോളജീസ് ഉണ്ടാക്കുമ്പോൾ വെറുതെ ആക്കിയാൽ പോരാ, അത് സസ്റ്റൈനബിൾ ആയിരിക്കുകയും വേണം. Technology development is a big part of meeting sustainable development goals. SDG എന്ന് വെച്ച് കഴിഞ്ഞാൽ sustainable development goals ആണ്. Because it makes new, more sustainable ways to developing more efficient and effective. ടെക്നോളജി ഡെവലപ്മെന്റ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മെയിൻ ഏരിയ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മേക്സ് ന്യൂ മോർ സസ്റ്റൈനബിൾ വേസ് ഓഫ് ഡെവലപ്പിംഗ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ്. എഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിരിക്കുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടാവാൻ നമുക്ക് എന്ത് തന്നെ വേണം? പുതിയ പുതിയ ടെക്നോളജീസിന് ഡെവലപ്മെന്റ് വേണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ടെക്നോളജീസ് എല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിസർച്ച്. അടുത്തതായിട്ട് റോൾ ഓഫ് ടെക്നോളജി ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ 3 ടെക്നോളജീസിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് അഗ്രികൾച്ചർ ടെക്നോളജി, അടുത്തത് എനർജി ടെക്നോളജി, മൂന്നാമത്തത് എൻവയോൺമെന്റൽ ടെക്നോളജീസ്. ഇത് 3ന്റെയും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെ റോൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ ടെക്നോളജീസ്. അഗ്രികൾച്ചറൽ ടെക്നോളജീസ് വരുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആവുന്നു. സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സോയിലും വാട്ടർ കൺസർവേഷനും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. മെയിൻറ്റെയിൻ റീസണബിൾ കോസ്റ്റ് ഓഫ് ഫുഡ് ആൻഡ് ഫൈബറിനും ഫുഡിനും വേണ്ടി നമുക്ക് റീസണബിൾ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെയാണ് 3 തുടക്കത്തിലുള്ള പോയിന്റ്സുകൾ. ഇംപ്രൂവിങ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പോൾ ടെക്നോളജീസ് ഇതിനകത്ത് വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? സോയിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആവുന്നു. ഇംപ്രൂവിങ് വാട്ടർ അവൈലബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് യൂസ്. നമ്മുടെ വാട്ടറിൻ്റെ അവൈലബിലിറ്റിയും എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അപ്പം നല്ല വാട്ടർ കൺസർവേഷൻ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റിയും എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യാം. ദീസ് enabling farmers to modernize as this become feasible to them. ഇതുപോലുള്ള പുതിയ പുതിയ ടെക്നോളജീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫാമേഴ്സിനെ മോഡേണൈസ് ചെയ്യാനും കൂടെ പറ്റും. അടുത്തത് എനർജി ടെക്നോളജീസ് ആണ്. എനർജി ടെക്നോളജീസിന് അണ്ടറിൽ ദിസ് provide and improve energy service for developing world population. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് വേൾഡ് പോപ്പുലേഷൻസിനെ എന്ത് ചെയ്യാം? ദീസ് ടെക്നോളജീസ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ഓർ പ്രൊവൈഡ് എനർജി സർവീസസ്. അടുത്ത പോയിന്റ്, മോർ എഫിഷ്യൻറ്റ് ബയോമാസ് സ്റ്റൗ ടു റെഡ്യൂസ് ഫ്യൂവൽ യൂസ് ആൻഡ് റെഡ്യൂസ് ഹസാർഡസ് സ്മോക്ക് എമിഷൻസ്. ഫ്യൂവൽ യൂസ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള സ്മോക്ക് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനും എന്ത് ചെയ്യാം? മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയോമാസ് സ്റ്റൗസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിമ്പിൾ മോട്ടോർ ഡ്രിവൺ സിസ്റ്റം ഫോർ പമ്പിംഗ് വാട്ടർ
or grinding grain to reduce the burden of these physically demanding tasks on women. നമുക്ക് ലേഡീസിന് ഫിസിക്കലി ഡിമാൻഡ് ചെയ്യുന്ന ടാസ്കുകളായിട്ടുള്ള പമ്പിംഗ് വാട്ടർ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഗ്രെയിൻസ് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും എന്തുപയോഗിച്ചാൽ മോട്ടോർ ഡ്രിവൺ സിസ്റ്റംസ് യൂസ് ചെയ്താൽ. Energy efficient pumps, fertilizers and mechanical traction to improve agriculture productivity. Agriculture productivity improve ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പമ്പുകൾ, അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, മെക്കാനിക്കൽ ട്രാക്ഷൻ എന്നിവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും ഇംപ്രൂവ് ആവുന്നതായിരിക്കും. അടുത്ത ടെക്നോളജി പറയുന്നത് എൻവയൺമെന്റൽ ടെക്നോളജി. For many developing countries, there is a provision of basic water, sewer and refuse disposal services are major environmental priorities. നമുക്കറിയാം പല ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എന്താണ്, there is a provision of basic water, sewer and refuse disposal services. നമ്മുടെ ബേസിക് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വാട്ടർ, ദെൻ റിഫ്യൂസ് ഡിസ്പോസൽ സർവീസസ്, ഇതെല്ലാം എന്താണ്, എൻവയോൺമെന്റൽ പ്രയോറിറ്റീസ് ആണ്. അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദീസ് ആർ ദ ഏരിയാസ് വെയർ സ്പെൻഡിങ് ടെക്നോളജീസ് ഓൺ എൻവയോൺമെന്റൽ കോൺസെൻട്രേറ്റഡ്, അതായത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഏരിയാസ് ആണ് ഈ പറയുന്ന ബേസിക് വാട്ടർ, സെവർ ആൻഡ് ഡിസ്പോസൽ സർവീസസ് എന്ന് പറയുന്നത്. Developing countries more sanitary services system serving rural and urban areas. റൂറൽ ഏരിയാസിലും അതേപോലെ അർബൻ ഏരിയാസിലും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള സാനിറ്ററി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് പവർ, കെമിക്കൽ, പെട്രോളിയം, റിഫൈനിങ് സ്റ്റീൽസ് ആൻഡ് പേപ്പർ, ഫുഡ്, ടെക്സ്റ്റൈൽ ആൻഡ് അതർ പ്രോസസ് ഇൻഡസ്ട്രീസ് ആർ പൊട്ടൻഷ്യൽ മേജർ ബയേഴ്സ് ഓഫ് എൻവയോൺമെന്റൽ ടെക്നോളജി. എൻവയോൺമെന്റൽ ടെക്നോളജിയിലെ മേജർ ബയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ, കെമിക്കൽ, പെട്രോളിയം, റിഫൈനിങ് സ്റ്റീൽ എക്സെട്ര, ഇതൊക്കെയാണ്. അപ്പോൾ നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തുടക്കത്തിലുള്ള കുറച്ച് പോയിന്റ്സുകൾ പറയാം. ദെൻ വാട്ട് ആർ ദ റോൾ ഓഫ് ടെക്നോളജീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിനകത്ത് അഗ്രികൾച്ചർ ടെക്നോളജീസ്, എനർജി ടെക്നോളജീസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ടെക്നോളജീസ് മെൻഷൻ ചെയ്യാം. അടുത്ത ടോപ്പിക് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, MDGs. അറ്റ് സെപ്റ്റംബർ 2000 Millennium Summit, the greatest assembly of world leaders in history, adopted the United Nations Millennium Declaration. അതായത് 2020 സെപ്റ്റംബറിൽ നടന്ന മില്ലേനിയം സബ്മിറ്റിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു സമ്മേളനത്തിൽ, ഉച്ചകോടിയിൽ എന്ത് സംഭവിച്ചു? ദ ഗ്രേറ്റസ്റ്റ് അസംബ്ലി, ആ സമ്മിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് അസംബ്ലി ഓഫ് വേൾഡ് ലീഡേഴ്സ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു അസംബ്ലി ആയിരുന്നു. അവിടെ അഡോപ്റ്റഡ് ദ യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡിക്ലറേഷൻ, ഒരു മില്ലേനിയം ഡിക്ലറേഷൻസ് അഡോപ്റ്റ് ചെയ്തു. പ്ലെഡ്ജിങ് മെമ്പർ നേഷൻ ടു എ ന്യൂ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ടു റെഡ്യൂസ് എക്സ്ട്രീം പോവേർട്ടി and establishing a number of goals with a 2015 deadline. ഒരു 2015 ഡെഡ്ലൈൻ വെച്ച് 2015 ആകുമ്പോഴേക്കും എക്സ്ട്രീം പോവേർട്ടിയും അതേപോലെ തന്നെ പുതിയ ഗോൾസുകളെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ട്രീം പോവേർട്ടി റെഡ്യൂസ് ചെയ്യാനും, ടു റെഡ്യൂസ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നമ്പർ ഓഫ് ഗോൾസ്, ഈ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 2000 മില്ലേനിയം സബ്മിറ്റിൽ എല്ലാ നേതാക്കളും കൂടെ ചേർന്ന് ഒരു പ്ലെഡ്ജ് എടുത്തു. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്, മില്ലേനിയം ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മില്ലേനിയം ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ത് ചെയ്യുന്നു? ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് വാസ് amended in 2007 to include 4 new goals agreed to by member state at the 2005 World Summit. ഈ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടായിരുന്നു, അത് അമെൻഡ് ചെയ്യാൻ വേണ്ടി 2007 ഒരു അമെൻമെന്റ് നടന്നു. അതെന്തിനാണ്? ഒരു 2005 ഒരു വേൾഡ് സബ്മിറ്റ് നടന്നിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമെൻഡ് ചെയ്തത് 2007 അതെന്തൊക്കെയായിരുന്നു? ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡീസന്റ് വർക്ക്
for all. എല്ലാവർക്കും മാന്യമായ തൊഴിലും എംപ്ലോയ്മെന്റും ഉറപ്പുവരുത്തുക. ആക്സസ് ടു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ആക്സസ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കുക. അതേപോലെ ആക്സസ് ടു ട്രീറ്റ്മെന്റ് ഫോർ HIV or AIDS, എയ്ഡ്സിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷൻ, ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷൻ. അങ്ങനെ ഈ 4 കാര്യങ്ങൾ അമെൻഡ് ചെയ്തതാണ്. 4 ന്യൂ ഗോൾസ് കൂടെ 2007 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഉൾപ്പെടുത്തി. Indicators for these new target were operational in 2008. 2008 കൂടി ഇതെല്ലാം ഓപ്പറേഷനിൽ വന്നു. And this framework is used to track progress towards reaching the Millennium Development Goals. ഈ ഒരു ഫ്രെയിംവർക്ക് Millennium Development Goalsന്റെ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. അടുത്തായിട്ട് Millennium Development Goalsന്റെ key facts എന്തൊക്കെയാണെന്ന് നോക്കാം. Globally, the number of deaths of children under 5 years to age fell down from 12.7 million in 1990 to 6.3 million in 2013. അതായത് നമുക്ക് 1990 ആയിരുന്നപ്പം 12.7 മില്യൺ ഡെത്ത്സ് ഉണ്ടായിരുന്നു 5 years ബിലോ ആയിട്ടുള്ള കുട്ടികളുടെ. അത് 2013 ആയപ്പോഴേക്കും 6.3 മില്യൺ ആക്കി കുറയ്ക്കാൻ പറ്റി. The developing countries, the percentage of underweight children under 5 years old dropped from 28% in 1990 to 17% in 2013. എന്ത് സംഭവിച്ചു? 5 years ബിലോ ആയിട്ടുള്ള കുട്ടികളുടെ അണ്ടർവെയ്റ്റ് വരുന്ന കുട്ടികളുടെ കേസ് കൺസിഡർ ചെയ്തപ്പോഴത്തേനും 28% ഉണ്ടായിരുന്നു 1990. അത് 17% ആക്കി കുറയ്ക്കാൻ പറ്റി. അതേപോലെ തന്നെ പുതിയ HIV ഇൻഫെക്ഷൻസ് declined by 38%. പുതിയ HIV ഇൻഫെക്ഷൻസ് കേസുകൾ കുറയ്ക്കാൻ പറ്റി. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കേസ് ഓഫ് ട്യൂബർകുലോസിസ് ആർ ഡിക്ലൈനിങ്. ട്യൂബർകുലോസിസ് TBയുടെ കേസുകളും എക്സിസ്റ്റിംഗ് കേസുകളൊക്കെ കുറഞ്ഞു വന്നു. 2010 ആയപ്പോഴത്തേക്കും the world met United Nations Millennium Development Goals target on access to safe drinking water as measured by proxy indicators of access to improved drinking water sources. By 2010 ആയപ്പോഴത്തേനും സേഫ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഡ്രിങ്കിങ് വാട്ടർ റിസോഴ്സസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ മോർ നീഡ്സ് ടു ബി ഡൺ ടു അച്ചീവ് സാനിറ്റേഷൻ ടാർഗറ്റ്. കുറേ ടാർഗറ്റുകളെല്ലാം 2010 കൂടി അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിലും സാനിറ്റേഷൻ ടാർഗറ്റ് ഇനിയും അത് ക്ലിയർ ചെയ്യാൻ ഉണ്ട്. നമുക്ക് 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസുകളാണ് നിലവിലുള്ളത്. അത് ഫസ്റ്റ് വൺ, ടു എലിമിനേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ, ടു അച്ചീവ് ഗ്ലോബൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ടു എംപവർ വുമൺ ആൻഡ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി, ടു റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ടു പ്രൊമോട്ട് മെറ്റേണൽ ഹെൽത്ത്, to fight malaria, HIV or AIDS and other diseases, to promote environmental sustainability and to develop universal partnership for development. ഇങ്ങനെ 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും എന്തൊക്കെയാണ് അതിന്റെ ടാർഗറ്റ് എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ഗോൾ നോക്കിയിരുന്നു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ. ഇതിനണ്ടറിൽ 3 ടാർഗറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഹാഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹൂസ് ഡെയിലി ഇൻകം ഇസ് ലെസ് ദാൻ $1.25. എന്ത് ചെയ്യണം? പ്രതിദിന വരുമാനം $1.25 താഴെയുള്ള ആളുകളുടെ അനുപാതം, അവരുടെ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുക? ഹാഫ് ആക്കുക. ടു അച്ചീവ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യുക. ആസ് വെൽ ആസ് ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ, എല്ലാവർക്കും ഒരു ഡീസൻറ്റ് വർക്ക് ഉണ്ടാവുക, ഇൻക്ലൂഡിങ് യങ് പീപ്പിൾ ആൻഡ് വുമൺ. മൂന്നാമത്തെ ടാർഗറ്റ് ടു ഹാഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിവിജ്വൽ സഫറിംഗ് ഫ്രം ഹങ്കർ ഇൻ ദ പീരീഡ് 1990 ആൻഡ് 2015. 1990 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഹങ്കർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്ന വ്യക്തികളുടെ പ്രൊപ്പോർഷൻ ഹാഫ് ആക്കുക. അടുത്തത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 2 ആണ്. എന്താണ് 2 പറഞ്ഞിരുന്നത്? അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. ഇതിന് അണ്ടറിൽ ഒരു ടാർഗറ്റ് ആണ്
ഫിക്സ് ചെയ്തിരിക്കുന്നത്. To ensure that children universally, including both boys and girls, will be able to complete a full course for primary education by 2015. 2015 ആകുമ്പോഴേക്കും എല്ലാ ചിൽഡ്രൻസിനും, അത് ജെൻഡർ ഇക്വാലിറ്റിയോട് കൂടി തന്നെ, ബോത്ത് boys and girls will be able to complete the full primary education. അടുത്തത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 3 ആണ്. പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ എന്നുള്ളതാണ്. ഇതിനണ്ടറിലും ഒരു ടാർഗറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ടു എലിമിനേറ്റ് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ബൈ 2005. 2005 ആകുമ്പോഴത്തേക്കും ജെൻഡർ ഡിസ്പാരിറ്റി ഈ പ്രൈമറി കേസിലും സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കേസിലും കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക. അതേപോലെ 2015 ആകുമ്പോഴത്തേനും എല്ലാ ലെവലിലെ എഡ്യൂക്കേഷൻസിൻ്റെ ജെൻഡർ ഡിസ്പാരിറ്റി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 3യുടെ ഉദ്ദേശം. അടുത്തത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 4 ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 4ൽ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ഇതിൻ്റെ അണ്ടറിലും ഒരു ടാർഗറ്റ് ആണ് പറയുന്നത്. It is to reduce the under 5 mortality rate by 2/3 in the period between 1990 and 2015. 1990 മുതൽ 2015 വരെ അണ്ടർ 5 ആയിട്ടുള്ള ചൈൽഡിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് 2/3 ആക്കി റെഡ്യൂസ് ചെയ്യുക. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 5 പറയുന്നത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ആണ്. ഇതിൻ്റെ അണ്ടറിൽ ടു ടാർഗറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേഷ്യോ 75% ആയിട്ട് കുറയ്ക്കുക. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ 75 ആക്കുക. അതേപോലെ തന്നെ ടു അച്ചീവ് യൂണിവേഴ്സൽ ആക്സസ് ടു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 6 പറയുന്നത് കോമ്പാക്ട് HIV, AIDS, മലേറിയ ആൻഡ് അതർ മേജർ ഡിസീസസ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ 3 ടാർഗറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ്, ടു ഹോൾട്ട് ബൈ 2015 ആൻഡ് ഹാവ് സ്റ്റാർട്ടഡ് ടു റിവേഴ്സ് ദ സ്പ്രെഡ് ഓഫ് HIV, AIDS. HIV വരുന്നത് HIV വ്യാപനം തടയുകയും അതേപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ബൈ 2015 ആകുമ്പോഴേക്കും. അതേപോലെ തന്നെ ടു അച്ചീവ് ഗ്ലോബൽ ആക്സസ് ടു ട്രീറ്റ്മെൻറ്റ് ഫോർ HIV or AIDS for those who needs it by 2010. 2010 ആകുമ്പോഴേക്കും HIV ട്രീറ്റ്മെൻ്റ് എല്ലാം യൂണിവേഴ്സൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ, ടു ഹാവ് സീസ്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് റിവേഴ്സൽ ഓഫ് the incidence of malaria and other major diseases by 2015. 2015 ആവുന്നതോടുകൂടി മലേറിയയും അതേപോലെയുള്ള മേജർ ഡിസീസ് എല്ലാം റിവേഴ്സലിലേക്ക് വരും. അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് സീസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇനി അവസാനത്തെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 7ഉം 8ഉം ആണ്. 7 എന്ന് പറയുന്നത് എൻഷോർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. ഇതിൻ്റെ അണ്ടറിലും 4 ടാർഗറ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു ഇൻ്റഗ്രേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ടു എവറി നേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എല്ലാ നേഷൻസിൻ്റെയും പോളിസീസിലും പ്രോഗ്രാംസിലും എന്ത് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അടുത്തത്, ടു റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് അച്ചീവ് സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് ലോസ് ബൈ 2010. ബയോഡൈവേഴ്സിറ്റി ലോസ് റെഡ്യൂസ് ചെയ്യുക. To halve the proportion of the universal population without sustainable access. Universal population, sustainable access അല്ലാത്ത universal populations half ആക്കുക. To achieve substantial improvement in the lives of a minimum 100 million slum dwellers by 2020. ഒരു 100 million slumsൻ്റെ എങ്കിലും ലൈഫ് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 7ൽ പറയുന്നത്. അടുത്തത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 8. അതിൽ പറയുന്നത് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇതിൻ്റെ അണ്ടറിൽ 6 ടാർഗറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പൺ പ്രെഡിക്റ്റബിൾ റൂൾ ബേസ്ഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി ട്രേഡിംഗ് ആൻഡ് എക്കണോമിക് സിസ്റ്റം. ഒരു ഓപ്പൺ ആയിട്ടുള്ള പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള റൂൾ ബേസ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക. To address special needs of
ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ സ്പെഷ്യൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുക. ടു അഡ്രസ് സ്പെഷ്യൽ നീഡ്സ് ഓഫ് സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്, സ്മോൾ ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഐലൻഡ്സിൻ്റെ സ്പെഷ്യൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുക. ടു ഡീൽ എക്സോസ്റ്റീവ്ലി വിത്ത് ഡെപ്റ്റ് പ്രോബ്ലംസ് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ്, കടബാധ്യതകളെ പറ്റി ഡീൽ ചെയ്യുക ഏത് നേഷൻസിൻ്റെ, ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ആക്സസ് ടു അഫോർഡബിൾ എസെൻഷ്യൽ ഡ്രഗ്സ് ഇൻ ഡെവലപ്പിംഗ് വേൾഡ്, ഡെവലപ്പിംഗ് വേൾഡിൽ അഫോർഡബിൾ ആയിട്ടുള്ള മരുന്നുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ടു അവൈൽ ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ ടെക്നോളജീസ്, എസ്പെഷ്യലി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും പുതിയ ടെക്നോളജീസ് എല്ലാം അവൈലബിൾ ആക്കുക. ഇൻ കൊളാബറേറ്റ് വിത്ത് പ്രൈവറ്റ് സെക്ടേഴ്സ്, പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി പുതിയ ടെക്നോളജീസ് എല്ലാം അവൈലബിൾ ആക്കാം. ഇതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 8ൻ്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക. 8 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ഓരോന്നും ഷോർട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുക. താങ്ക് യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 1 ലാസ്റ്റ് 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDGs, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം CDM. ഇത് രണ്ടുമാണ് ഈ 2 ടോപ്പിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അണ്ടറിൽ നമുക്ക് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പഠിക്കാനുണ്ട്. 17 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് the goal focus on improving inequality regarding health, education and the economy. അപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഇൻഇക്വാലിറ്റി റിഗാർഡിംഗ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് എക്കോണമി. അതോടൊപ്പം തന്നെ വിത്ത് ലാർജ് ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രിസർവ് ദ ഓഷ്യൻ. അടുത്ത മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രിസർവ് ദ ഓഷ്യൻസ്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് 17 സസ്റ്റൈനബിൾ ഗോൾസ് പഠിക്കാനുണ്ട്. ആ 17 നമ്പേഴ്സും ഓർത്ത് വെക്കേണ്ടതായിട്ടുമുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നോ പോവേർട്ടി ആണ്. ഫസ്റ്റ് വൺ നോ പോവേർട്ടി, സെക്കൻഡ് വൺ സീറോ ഹങ്കർ, തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഫിഫ്ത്ത് വൺ ജെൻഡർ ഇൻഇക്വാലിറ്റി, സിക്സ്ത് വൺ clean water and sanitization, seventh one affordable and clean energy, eighth one decent work and economic growth, ninth one industry innovation and infrastructure, 10th reduced inequalities, 11th sustainable cities and communities, 12th responsible consumption and production, 13 climate action, 14 life below water, 15 life on a land, 16 peace, justice and strong institution, and finally 17 partnership for the goals. ഈ 17 നമ്പേഴ്സും ഈ ഒരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ നോ പോവേർട്ടി, സെക്കൻഡ് വൺ സീറോ ഹങ്കർ, തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നോ പോവേർട്ടി കൺട്രിൽ എന്താ വരുന്നത്? ഇതിൻ്റെ ഓരോ ഗോളിൻ്റെ അടിയിലും കുറേ ഫോക്കസ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോ പോവേർട്ടി. എൻഡ് എക്സ്ട്രീം പോവേർട്ടി, റെഡ്യൂസ് ഹാഫ് ദ പോപ്പുലേഷൻ ലിവിങ് ഇൻ പോവേർട്ടി. എക്സ്ട്രീം പോവേർട്ടി എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ബൈ റെഡ്യൂസിങ് ഹാഫ് ദ പോപ്പുലേഷൻ ലിവിങ് ഇൻ പോവേർട്ടി. പോവേർട്ടിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പോപ്പുലേഷൻസ് ഹാഫ് ആക്കിക്കൊണ്ട്. അടുത്തത് ഇംപ്ലിമെൻറ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ എൻഷുർ ഈക്വൽ റൈറ്റ്സ് ടു എക്കോണമിക് റിസോഴ്സസ് ആൻഡ് ബേസിക് സർവീസസ്. ബേസിക് സർവീസും എക്കണോമിക് റിസോഴ്സസും എൻഷുർ ചെയ്യുക. ഈക്വൽ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഈക്വൽ റൈറ്റ്സ് എൻഷുർ ചെയ്യാം. അടുത്തത് സീറോ ഹങ്കർ ആണ്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് സീറോ ഹങ്കർ ആണ്. എൻ ഹങ്കർ ആൻഡ് ഓൾ ഫോംസ് ഓഫ് മാൽന്യൂട്രീഷൻ, വിശപ്പ് അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ ആഹാരക്കുറവ് അവസാനിപ്പിക്കുക. ഡബിൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി,
അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഡബിൾ ചെയ്യുക ആൻഡ് ഇൻകമോ സ്മോൾ സ്കെയിൽ ഫുഡ് പ്രൊഡ്യൂസേഴ്സ്, ചെറിയ രീതിയിൽ ഫുഡ് പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കാരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുക. തേർഡ് വൺ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, റെഡ്യൂസ് മെറ്റേണൽ മോർട്ടാലിറ്റി, നല്ല ഹെൽത്തും അല്ലെങ്കിൽ വെൽബീയിങ്ങും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, മെറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കുക. പ്രിവെൻറ്റബിൾ ന്യൂ ബോൺ ആൻഡ് ചൈൽഡ് ഡെത്ത്, ന്യൂ ബോൺ ഡെത്തും അതേപോലെ ചൈൽഡ് ഡെത്തും റെഡ്യൂസ് ചെയ്യുക. മൾട്ടിപ്പിൾ ഡിസീസ് എപ്പിഡമിക്, പകർച്ചവ്യാധികൾ പോലെയുള്ള അസുഖങ്ങൾ കുറയ്ക്കുക. റെഡ്യൂസ് പ്രീ മെച്യൂർ മോർട്ടാലിറ്റി, പ്രീമെച്യൂർ ആയിട്ടുള്ള മരണനിരക്കും കുറയ്ക്കുക. 4, 5, 6 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും ഗോളുകൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇതിൽ എൻഷുർ ഫ്രീ ആൻഡ് ക്വാളിറ്റി പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻസ് ക്വാളിറ്റിയോട് കൂടി ഫ്രീ ആയിട്ട് എൻഷുർ ചെയ്യുക. ഗിവ് ചിൽഡ്രൻ ആക്സസ് ടു ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക. എൻഷുർ ഈക്വൽ ആക്സസ് ടു മെൻ ആൻഡ് വിമൻ ടു അഫോർഡ് ഹയർ എഡ്യൂക്കേഷൻ ചോയ്സസ്, ഹയർ എഡ്യൂക്കേഷന് മെൻസിനും വുമൻസിനും ഈക്വൽ റൈറ്റ്സ് കൊടുക്കുക. അടുത്തത് ജെൻഡർ ഇക്വാലിറ്റി ആണ്. ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ, ജെൻഡർ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? വുമണിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. എലിമിനേറ്റ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ, എല്ലാ രീതിയിലുള്ള വയലൻസും, വുമണിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വയലൻസും എലിമിനേറ്റ് ചെയ്യുക. എൻഷുർ ആക്സസ് ടു ഫെമിനൈൻ ഹെൽത്ത് കെയർ, വുമൺസിന് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്കുള്ള ഹെൽത്ത് കെയർ എൻഷുർ ചെയ്യുക. എൻഷുർ ഈക്വൽ റൈറ്റ്സ്, എല്ലാവർക്കും ഒരേപോലെയുള്ള റൈറ്റ്സ് എൻഷുർ ചെയ്യുക. 6th വൺ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ, പ്രൊവൈഡ് ഈക്വൽ യൂണിവേഴ്സൽ ആക്സസ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരിക്കുക. എന്തിനൊക്കെ? സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആക്സസ് ചെയ്യാനും സാനിറ്റേഷനും അതേപോലെ തന്നെ ഹൈജീൻ ആയിരിക്കാനും. റെഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യുക. 7, 8, 9, 10 നോക്കാം. 7, affordable clean energy. 8, decent work and economic growth. 9, industry, innovation and infrastructure. 10, reduced inequalities. Affordable clean energy, increase renewable energy use, renewable energy use-ന്റെ use increase ചെയ്യുക. Improve energy use efficiency, എനർജി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എൻഹാൻസ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ റിഗാർഡിംഗ് ക്ലീൻ എനർജി ആക്സസ്, ക്ലീൻ എനർജി ആക്സസിന് ഇൻ്റർനാഷണൽ കോപ്പറേഷൻസ് എൻഹാൻസ് ചെയ്യുക. അടുത്തത് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത്. ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്തിൻ്റെ അണ്ടറിൽ വരുന്നത് സസ്റ്റെയിൻ എക്കോണമിക് ഗ്രോത്ത്, ഇൻക്രീസ് എക്കോണമിക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. പ്രൊമോട്ട് ടൂറിസം, എക്കോണമിക് ഗ്രോത്ത്, ഒരു രാജ്യത്തിൻ്റെ എക്കോണമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂറിസം ഇംപ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രാൻഡ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആക്സസ് ഫോർ ഓൾ. 9th വൺ, ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൽ റിലയബിൾ ഇൻഫ്രാസ്ട്രക്ചർ ടു ഓൾ, എല്ലാവർക്കും റിലയബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ സസ്റ്റൈനബിൾ ആക്കുക. ഇൻക്രീസ്ഡ് ആക്സസ് ഓഫ് സ്മോൾ സ്കെയിൽഡ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ആക്സസ് ഇംപ്രൂവ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്രൂവ് ടെക്നോളജി ഇൻ ഓൾ ഇൻഡസ്ട്രീസ്, എല്ലാ ഇൻഡസ്ട്രീസിലും ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുക. 10th വൺ, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ് ആണ്. ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യുക. ബെറ്റർ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേഷൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ലെജിറ്റിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് റെപ്രസെൻറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ഗ്ലോബൽ ഡിസിഷൻസ്. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലെ ലെജിറ്റിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ഗ്ലോബൽ ഡിസിഷൻസിന് ഉൾപ്പെടുത്തുക. അതുപോലെ സേഫ് മൈഗ്രേഷൻസ് ഒക്കെ എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസിൽ വരുന്നത്. 10, 11, 12, 13, 14
So 11, 12, 13, 14 നോക്കാം. Sustainable cities and communities, responsible consumption and production, climate action, life below water. ഇതൊക്കെയാണ്. 11th one, sustainable cities and communities, safe and affordable house for all. എല്ലാവർക്കും സേഫും അഫോർഡബിളും ആയിട്ടുള്ള ഒരു ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുക. സേഫ് ആൻഡ് അഫോർഡബിൾ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ. ഹൗസിംഗ് ഉണ്ട്, അതേപോലെ ട്രാൻസ്പോർട്ട് ഉണ്ട്. മോണിറ്ററിംഗ് എയർ ക്വാളിറ്റി ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ടു റിഡ്യൂസ് നെഗറ്റീവ് സിറ്റി ഇമ്പാക്ട്. നെഗറ്റീവ് സിറ്റി ഇമ്പാക്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ക്വാളിറ്റിയും അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം മോണിറ്റർ ചെയ്യുക. ഗ്രീൻ പബ്ലിക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നത്. റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ഇംപ്ലിമെൻറ്റിംഗ് എ 10-year ഫ്രെയിംവർക്ക് പ്രോഗ്രാം ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഒരു 10-year വലിയൊരു വിഷനോട് കൂടി നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കാണണം. അതുപോലെ തന്നെ അച്ചീവിങ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്, ഒരു സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് അച്ചീവ് ചെയ്യണം. എൻകറേജ് കമ്പനി സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, സസ്റ്റൈനബിൾ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പ്രാക്ടീസസ്, ഇതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13th one, ക്ലൈമറ്റ് ആക്ഷൻ ആണ്. ബീയിങ് പ്രിപ്പയർഡ് ഫോർ ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ. നമ്മളെ പ്രിപ്പയർ ആക്കുക. എന്തിനാണ്? പെട്ടെന്നൊരു ഫ്ലഡ് വരികയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കാം. ഇൻ്റഗ്രേറ്റിംഗ് ക്ലൈമറ്റ് പോളിസീസ് ഇൻ ടു നാഷണൽ പോളിസീസ്. ക്ലൈമറ്റ് പോളിസീസ് എല്ലാം നാഷണൽ പോളിസീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. റൈസിങ് ക്ലൈമറ്റ് അവയർനെസ് ഇൻക്രീസ് ചെയ്യുക. ലൈഫ് ബിലോ വാട്ടർ, പ്രിവെൻറ്റിംഗ് മെറൈൻ പൊല്യൂഷൻസ്. ബിലോ വാട്ടർ അതായത് ഓഷ്യനിലുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓഷ്യനിലുള്ള ലൈഫിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിവെൻറ്റിംഗ് മെറൈൻ പൊല്യൂഷൻ, പ്രൊട്ടക്റ്റിംഗ് മെറൈൻ ആൻഡ് കോസ്റ്റൽ ഇക്കോസിസ്റ്റം. 15, 16, 17 അവസാനത്തെ 3 ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈഫ് ഓൺ ലാൻഡ്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇതിൽ ആദ്യത്തേത് ലൈഫ് ഓൺ ലാൻഡ് ആണ്. എൻഷുറിംഗ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഹെൽത്ത്, സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ്. ലൈഫ് ഓൺ ലാൻഡ് ആണല്ലോ. ഇൻ്റഗ്രേറ്റിംഗ് ബയോഡൈവേഴ്സിറ്റി. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിലെന്താണ് വരുന്നത്? റെഡ്യൂസ് വയലൻസ്, ഡെത്ത് റേറ്റ്. റെഡ്യൂസ് വയലൻസ് ആൻഡ് ഡെത്ത് റേറ്റ്. വയലൻസും അതേപോലെ തന്നെ ഡെത്ത് റേറ്റും റെഡ്യൂസ് ചെയ്യുക. എൻഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വയലൻസും എൻഡ് ചെയ്യുക. എൻഷുറിംഗ് പബ്ലിക് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഫ്രീഡം റൈറ്റ്. ഇൻഫർമേഷനും ഫ്രീഡം റൈറ്റിനും പബ്ലിക് ആക്സസ് എൻഷുർ ചെയ്യുക. അവസാനത്തെ ഗോള് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. എൻഹാൻസ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ്റർനാഷണൽ സപ്പോർട്ട്. എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിനാണ് നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ഇൻ്റർനാഷണൽ സപ്പോർട്ട് എൻഹാൻസ് ചെയ്യുക. എൻഹാൻസിങ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻസ് ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ഡെവലപ്പിംഗ് കൺട്രി എക്സ്പോർട്ട്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എക്സ്പോർട്സിനെ ഇംപ്രൂവ് ചെയ്യുക. എൻഹാൻസ് ഗ്ലോബൽ എക്കോണമി സ്റ്റെബിലിറ്റി. Finally, Sustainable Development Goals are a global effort towards socially just and environmentally sustainable future where no one is left behind. ഇവിടെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ എഫേർട്ട്? എന്തിനാണ്? സോഷ്യലി ജസ്റ്റ് ആൻഡ് എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സാമൂഹിക നീതിയും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും എൻഷുർ ചെയ്യുക. ഇവിടെ ആരും പിറകിലല്ല. വെയർ നോ വൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതിനു വേണ്ടിയുള്ള ഒരു 17 ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം CDM ആണ്. ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം CDM ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2001 അണ്ടർ ക്യോട്ടോ പ്രോട്ടോകോൾ. ഒരു ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ അണ്ടറിലാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം നിലവിൽ വന്നത്. വിച്ച് ഇസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 16th February 2005 after Russia and European communities ratified it. റഷ്യയും അതേപോലെ യൂറോപ്യൻ കമ്മ്യൂണിറ്റീസും അംഗീകരിച്ചതിന് ശേഷം 2005 February 16 ഇത് നിലവിൽ വന്നത്. മേജർ നോൺ പാർട്ടിസിപ്പൻറ്റ് USA-യും ഓസ്ട്രേലിയയും ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് അല്ല. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിലാണ് ഇത് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ?
to tackle the challenges posed by global warming and climate change. Global warming and climate change tackle ചെയ്യാൻ വേണ്ടിയിട്ട് United Nations Framework Convention on Climate Change UNFCCC initiated the framing of protocol during climate change meeting held at Kyoto, Japan in 1977. അതായത് ഗ്ലോബൽ വാർമിങ്ങിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന ഇനീഷ്യേറ്റ് ചെയ്ത ഒരു സ്ട്രക്ചറാണ്, ഒരു പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇത് എവിടെ വെച്ചാണ് ഉണ്ടായത്? ക്യോട്ടോ എന്ന് പറയുന്ന ജപ്പാനിലൊരു പ്ലേസിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പേര് വന്നിരിക്കുന്നത്. നമുക്ക് CDM വരാം. CDMന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻലി 3 ഒബ്ജക്റ്റീവ്സ് ആണ്. The clean development mechanism is an instrument of cooperation between developed and developing countries. ഇതെന്താണ്? ഡെവലപ്ഡും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ആണ്. ഇതിൻ്റെ അണ്ടറിൽ 3 മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസിസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഫുൾഫിൽ ദെയർ കമ്മിറ്റ്മെൻറ്റ് ടു റെഡ്യൂസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ അസിസ്റ്റ് ചെയ്യുക. അതേപോലെ അസിസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി പാർട്ടീസ് അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പിംഗ് കൺട്രീസിനെയും എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക. തേർഡ് വൺ കോൺട്രിബ്യൂട്ട് ടു അച്ചീവിംഗ് സ്റ്റെബിലൈസേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് GHGs ക്രൈറ്റീരിയ ഫോർ പാർട്ടിസിപ്പേഷൻ. GHG എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പോൾ കോൺട്രിബ്യൂട്ട് ടു അച്ചീവിംഗ് സ്റ്റെബിലൈസേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ സ്റ്റെബിലൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത് മൂന്നുമാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം യൂസ് ചെയ്യുന്ന പ്രോജക്ട്സുകൾ എന്തൊക്കെയാണ്? ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള കാർബൺ ഗ്യാസുകളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം യൂസ് ചെയ്യുന്ന പ്രോജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി വരുന്നത് റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ്. എനർജിയുടെ കേസിൽ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് സച്ച് ആസ് ഹൈഡ്രോ പവർ, വിൻഡ്, സോളാർ ആൻഡ് ബയോമാസ്. Energy efficiency measures such as energy saving lamps, energy efficiency measure in industry, etc. അപ്പോൾ എനർജീസിൻ്റെ കേസിൽ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് ആയിട്ടുള്ള ഹൈഡ്രോ പവർ, വിൻഡ്, സോളാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. എനർജി എഫിഷ്യൻറ്റ് മെഷേഴ്സ് സച്ച് ആസ് എനർജി സേവിങ് ലാംപ്സ്, അതുപോലെ എനർജി എഫിഷ്യൻസി മെഷേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യും. ഇനി ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രോജക്ട്സ് വരുന്നത്? ലോ കാർബൺ ട്രാൻസ്പോർട്ട് സച്ച് ആസ് ബസ് ആൻഡ് റാപ്പിഡ് ട്രാൻസിറ്റ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ ലോ കാർബൺ എമിഷനുള്ള ട്രാൻസ്പോർട്ടായിട്ടുള്ള ബസ് പോലെയുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് വരിക. ലൈക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ക്വാണ്ടിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക. അടുത്തത് അർബനിൽ എങ്ങനെയാണ് പ്രൊജക്റ്റ് നടപ്പാക്കുക എന്നുള്ളതാണ്. മീഥെയിൻ റിക്കവറി ആൻഡ് യൂട്ടിലൈസേഷൻ ഫ്രം വേസ്റ്റ് വാട്ടർ ആൻഡ് സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അർബൻ ഏരിയാസിൽ മീഥെയിൻ റിക്കവറി ആൻഡ് യൂട്ടിലൈസേഷൻ ഫ്രം വേസ്റ്റ് വാട്ടർ ആൻഡ് സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിനെ എല്ലാം പരിഗണിക്കുക. അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് പ്രൊജക്ട്സ് വരുന്നത്? അഗ്രികൾച്ചർ ആൻഡ് നേച്ചർ റിസോഴ്സ് മാനേജ്മെൻറ്റ് ലൈക്ക് ബയോഗ്യാസ് ആൻഡ് ഫോറസ്ട്രി. ബയോഗ്യാസിനെ പറ്റിയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുക, അതുപോലെ ഫോറസ്ട്രി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം പ്രോജക്ട്സുകളുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ജോബ്സ് ഉണ്ടാവും, അഡീഷണൽ കപ്പാസിറ്റി ഉണ്ടാവും, എഫിഷ്യൻസി ഇൻ കോപ്പറേഷൻസ് ഉണ്ടാവും, ക്ലീൻ എൻവയൺമെൻറ്റ് ഉണ്ടാവും, ടെക്നോളജി ട്രാൻസ്ഫർ നടക്കും. ഇതൊക്കെയാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം പ്രോജക്ട്സിൻ്റെ ബെനിഫിറ്റുകൾ. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.